അമേരിക്കയിലെത്തിയിട്ട് ന്യൂയോർക്കിലും നയാഗ്രയിലും താമസിച്ചു. ഞങ്ങളാലാവും വിധം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്തു. വാഷിങ്ടൺ DC-യിലും പോയി വന്നു. ഒരുപക്ഷെ ഈ ചെറിയ സമയത്തിനുള്ളിൽ സാധ്യമാവുന്ന അത്രയും സമഗ്രമായി തന്നെ അനുഭവിക്കാനും സാധിച്ചു. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ലോകസഞ്ചാര ഭൂപടത്തിൽ വലുതായി അടയാളപ്പെടുത്തിയവ ആണ്. വിദേശ നാടുകൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ മിക്കവാറും അനുവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. വിദൂരമായ ലോക സഞ്ചാര ഭൂപടത്തിൽ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത, ഒരുപക്ഷെ അധികമാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്ത് പോയി താമസിക്കുക എന്നത്. സ്വിറ്റ്സർലാൻഡിലെ ടാഷും ഓസ്ട്രിയയിലെ ബോക്സ്റ്റൈനും ഒക്കെ അതിൽ ചിലത് മാത്രം. അത്തരം ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് പൊക്കോണോ മലകൾക്ക് മുകളിലുള്ള ഒരു ദേശത്ത് പോയി 2 ദിവസം താമസിച്ചിട്ട് മടങ്ങാം എന്ന് കരുതിയത്. ചെറിയ മലകളും താഴ്വാരങ്ങളും ഉൾപ്പെടുന്ന പൊക്കോണോ മലനിരകൾ പൊക്കോണോസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. പെൻസിൽവേനിയ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി സംസ്ഥാനങ്ങളിൽ പരന്നു കിടക്കുന്ന മലയും കാടും നിറഞ്ഞ ഒരു പ്രദേശമാണ് പൊക്കോണോസ്. ശൈത്യകാലത്ത് കഠിനമായ മഞ്ഞുവീഴ്ച ഉണ്ടാവുന്ന പ്രദേശങ്ങളാണ്. അതിനാൽ തന്നെ കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശത്തെ മഴക്കാടിൻ്റെയും നിത്യഹരിത വനത്തിൻ്റെയും വന്യത പ്രതീക്ഷിക്കരുത്. പശ്ചിമഘട്ടം പോലെ ചെങ്കുത്തായ മലകളും അല്ല. വണ്ടിയോടിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് കുന്നുകളും മറ്റും കാണാമെങ്കിലും കയറ്റിറക്കങ്ങൾ നേരിയ ക്രമത്തിലാണ്. ചുരംപാത കയറുന്നത് പോലെയൊന്നും ഒരിടത്തും അനുഭവിക്കാൻ സാധിക്കില്ല. ന്യൂയോർക്കിൽ നിന്നും നയാഗ്രയിലേക്കുള്ള യാത്ര ഏതാണ്ട് മുഴുവനായും ഹൈവേയിലൂടെ ആയിരുന്നു. എന്നാൽ പൊക്കണോസ് പ്രദേശത്തു കൂടിയുള്ള ഈ യാത്ര അങ്ങനെയല്ല. ഉൾനാടുകളിലൂടെയൊക്കെ ആണ് കടന്നു പോകുന്നത്. വടക്കു കിഴക്കൻ US-ൻ്റെ ഗ്രാമീണ കാഴ്ചകൾ ഇടയ്ക്ക് കടന്നു വരും. വിശാലമായ കൃഷിയിടവും വെളിമ്പ്രദേശവും കഴിയുമ്പോൾ ചെറിയ ഒരു ജനവാസ മേഖല എത്തും. യൂറോപ്പിലെന്ന പോലെ തന്നെ ഇവിടെയും ജനവാസ പ്രദേശങ്ങളിൽ ആളുകളെ കാണുന്നത് കുറവാണ്. വീടുകളും മറ്റും കാണുമ്പോഴാണ് ചെറിയ ഒരു ജനപദമാണ് എന്ന് തിരിച്ചറിയുക. കുറഞ്ഞ ജനസംഖ്യ നമുക്ക് ഇത്തരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും തൊട്ടറിയാം. വെറുതെ കവലയിലിറങ്ങി നടക്കുന്ന ആളുകളെ കാണാൻ പ്രയാസം. വലിയ പട്ടണങ്ങളിൽ മാത്രമാണ് ജനത്തിരക്ക് അനുഭവപ്പെടുക. ന്യൂയോർക്കിൻ്റെ പ്രാന്തത്തിലുള്ള കൂട്ടുകാരുടെ വീട് സന്ദർശിച്ചപ്പോഴും ഈ പ്രശാന്തത അനുഭവിച്ചിരുന്നു. ഇവിടെ ഈ വിദൂര നാടുകളിൽ പക്ഷേ അത്തരം പ്രശാന്തത വളരെ കൂടുതലാണ്. തിക്കും തിരക്കുമില്ലാത്ത ജീവിതം കാക്ഷിക്കുന്നവരെ കൊതിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഗ്രാമീണ പരിസരം. അതൊക്കെ പക്ഷേ കാറിലിരുന്ന് ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. ഇവിടെയൊക്കെ സ്ഥിരമായി താമസിക്കുന്നതിൻ്റെ പ്രായോഗികത എത്തരത്തിലാണെന്ന് ഇത്തരം കാഴ്ചകളിൽ നിന്ന് തിരിച്ചറിയാനാവില്ല. പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിനോട് ചേർന്നുള്ള തീൻശാലയിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു. അവിടെ കുറച്ച് ആളുകൾ ഭക്ഷണം കഴിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ഭാഗത്തുള്ളവർ ആണെന്ന് തോന്നുന്നു. ഞാൻ പുറത്ത് വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ അവർ സൗഹൃദത്തോടെ സിനിയോട് സംസാരിച്ചു. ഇവിടെ സ്ഥിരതാമസമാക്കിയ കുടിയേറ്റക്കാർ വലിയ
വംശീയ വിവേചനം നേരിടുന്നതായി കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ട്. പക്ഷേ സാധാരണ ടൂറിസ്റ്റുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അമേരിക്കയിൽ എവിടെയും അത് അനുഭവപ്പെട്ടില്ല. യൂറോപ്പിൽ ചിലയിടത്തെങ്കിലും നിശിതമായല്ലെങ്കിലും ഒരു മനോഭാവമെന്ന നിലയ്ക്ക് അതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ വിദൂരമായ നാടുകളിൽ പോലും അങ്ങനെ അനുഭവപ്പെട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വളരെ സൗഹൃദത്തോടെയാണ് പെരുമാറിയത്. റെസ്റ്റോറൻറ്റിലും മറ്റും ജോലി ചെയ്യുന്നത് കൂടുതലും ചെറുപ്പക്കാരാണ്. പഠിത്തത്തിനിടയ്ക്ക് പാർട്ട് ടൈം ചെയ്യുന്നതാവാം. 1-2 പേരാണ് എല്ലാ പണിയും ചെയ്യുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരൊക്കെ പറന്നാണ് പണിയെടുക്കുന്നത്. ജോലിയോടുള്ള പ്രതിബദ്ധതയ്ക്ക് വല്ലാത്ത ചാരുതയുണ്ട്. പൊക്കോണോ മലനിര എന്നാണ് പറയുന്നതെങ്കിലും ഏതാണ്ട് 3000 അടിയിൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പ്രദേശങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിമല 3600 അടി ഉയരത്തിലാണ്. എന്നാൽ പൊക്കണോസ് ഒരുപാട് പ്രദേശങ്ങളും ജനവാസ മേഖലകളും ഉൾപ്പെടുന്ന പീഠഭൂമിയാണ്. പൊക്കണോസിനെ പ്രശസ്തമാക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും 2-2.5 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്തിച്ചേരാനാവുന്ന മലകളും താഴ്വാരങ്ങളും നിറഞ്ഞ പ്രദേശം എന്നതിനാലാണ്. വേനൽക്കാലത്തും മഞ്ഞുകാലത്തും ഒരുപോലെ ന്യൂയോർക്ക് നിവാസികൾ ആഴ്ചാന്ത്യമോ അവധിക്കാലമോ ചിലവിടാനെത്തുന്ന പല ദേശങ്ങളും പൊക്കണോസിലുണ്ട്. ന്യൂയോർക്ക് സിറ്റി പശ്ചാത്തലമാക്കുന്ന ഹോളിവുഡ് സിനിമകളിൽ ഞങ്ങൾ പൊക്കണോസിൽ അവധി ആഘോഷിക്കാൻ പോയിരുന്നു എന്ന് കഥാപാത്രങ്ങൾ പറയുന്നത് ഒന്നിലേറെ തവണ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താണ് ഈ പൊക്കോണോസ് എന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ യാത്രയോടെ ആ അത്ഭുതം മാറിക്കിട്ടി. പൊക്കോണോസ് മലമുകളിലെ ഏറ്റവും പ്രശസ്തവും പഴയതുമായ ഒരു ചെറു പട്ടണമാണ് ജിം തോർപ്പ്. ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. പൊക്കോണോസ് പ്രദേശവും ജിം തോർപ്പും ഒക്കെ സഞ്ചാര ഭൂപടത്തിലില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിലാണ്. US-ലേക്ക് വരുന്ന സാധാരണ ലോകസഞ്ചാരികൾ പൊതുവെ പൊക്കണോസോ ജിം തോർപ്പോ സന്ദർശിക്കുന്നതായി കണ്ടിട്ടില്ല. എന്നാൽ വടക്കുകിഴക്കൻ US-ൻ്റെ പേരുകേട്ട ഒരു ആഭ്യന്തര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇവിടം. ഇവിടേക്ക് വരാൻ തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങൾ അത് മനസ്സിലാക്കുന്നത്. ജിം തോർപ്പ് പോലുള്ള ദേശങ്ങൾ ഗ്രാമീണമല്ല, ഒരു ചെറു പട്ടണം തന്നെയാണ്. പക്ഷേ US-ൽ നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്ന മാതിരിയുള്ള ഒരു പട്ടണമല്ല എന്ന് മാത്രം. 6-6.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും നയാഗ്രയിൽ നിന്നും ഞങ്ങൾക്ക് ജിം തോർപ്പിൽ എത്താൻ. പട്ടണമധ്യത്തിലെ പ്രധാന പാതയുടെ ഓരം ചേർന്നുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ മുറി എടുത്തിരുന്നത്. അതിന് പ്രധാന പാതയിലേക്ക് തുറന്നിരിക്കുന്ന ഒരു ബാൽക്കണിയുമുണ്ട്. ഇവിടെ നിന്നാൽ കാണുന്ന പ്രധാന പാത ബ്രോഡ്വേ എന്നറിയപ്പെടുന്നു. ജിം തോർപ്പിൻ്റെ ഓൾഡ് ടൗൺ വിന്യാസിതമായിരിക്കുന്നത് ബ്രോഡ്വേയുടെ ഇരുഭാഗത്തുമായാണ്. ഇവിടുത്തെ പല പഴയകാല നിർമ്മിതികളും ഇപ്പോൾ ഹോട്ടലും തീൻശാലയും കടയും ഒക്കെയായി മാറിയിരിക്കുന്നു. വൈ ഓൺ ബ്രോഡ്വേ എന്ന ഞങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ടൽ പഴയ YMCA കെട്ടിടം രൂപാന്തരപ്പെടുത്തിയതാണ്.
നീണ്ട യാത്രയുടെ ക്ഷീണമകറ്റാൻ ഒന്ന് കുളിച്ച് അല്പം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് ഇറങ്ങി. അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ജിം തോർപ്പ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മഞ്ഞുകാലത്ത് അങ്ങനെ അനുഭവപ്പെടുമായിരിക്കാം. മഞ്ഞുകാലം അല്ലെങ്കിൽ പോലും നിസ്സംശയം പറയാം, ജിം തോർപ്പിന് ഒരു കുഞ്ഞ് യൂറോപ്യൻ പട്ടണത്തിൻ്റെ ചാരുതയാണ്. 1-1.5 കിലോമീറ്റർ നീളമുണ്ടായേക്കാവുന്ന ബ്രോഡ്വേയിലൂടെ ഞങ്ങൾ സായന്തന കാഴ്ചകൾ കണ്ട് നടന്നു. മൂവന്തി എത്തുന്നതിനാൽ ആവും ബ്രോഡ്വേയിൽ വലിയ തിരക്കില്ല. ഒരുപാട് ആഭ്യന്തര ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണ്. പകൽ നേരത്തെ അലച്ചിലിന് ശേഷം അവരെല്ലാവരും ഇപ്പോൾ ഏതെങ്കിലും തീൻശാലയിലോ ബാറിലോ എത്തിയിട്ടുണ്ടാവും. പാശ്ചാത്യ ടൂറിസ്റ്റുകളുടെ പൊതു സ്വഭാവം അങ്ങനെയാണ്. ആക്ടിവിറ്റികൾ പകൽ നേരത്ത് തീർത്ത് സന്ധ്യയ്ക്ക് നേരത്തെ തന്നെ ആഹാരത്തിനും മദ്യത്തിനും മുന്നിലെത്തി വെടിവട്ടവുമായി കുറച്ചു നേരം ഇരിക്കും. വൈകുന്നേരങ്ങളിലെ ഈ പാനോപചാരം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിറ്റേ ദിവസം രാവിലെ ലളിതമായ പ്രഭാതഭക്ഷണത്തിന് ശേഷം വീണ്ടും ബ്രോഡ്വേയിലേക്ക് ഇറങ്ങി. നന്നായി സൂര്യവെട്ടം വീണ് കഴിഞ്ഞു. ചുമപ്പും മഞ്ഞയും വെള്ളയും ചായം പൂശിയ പുരാതനത്വം തോന്നിക്കുന്ന കെട്ടിടങ്ങളാണ് പാതയുടെ ഇരുപുറത്തും. ഇന്നലെ വൈകുന്നേരം കണ്ടതിന് വ്യത്യസ്തമായി സൂര്യവെട്ടത്തിൽ അവയ്ക്ക് കുറച്ചുകൂടി തിളക്കം വന്നിരിക്കുന്നു. യൂറോപ്പിലെ ഒരു ഓൾഡ് ടൗണിൻ്റെ ചാരുതയുണ്ട് ബ്രോഡ്വേക്ക് ഇരുവശവും കാണുന്ന കെട്ടിടങ്ങൾക്ക്. അതിൽ പള്ളികളും മ്യൂസിയങ്ങളും യുദ്ധസ്മാരകങ്ങളും ഉൾപ്പെടുന്നു. ചെറിയ ഒരു നിര മാത്രമാണ് കെട്ടിടങ്ങളുള്ളത്. അതിനു പിറകിൽ പൊക്കോണോസിൻ്റെ കുന്നുകളും അതിലെ വൃക്ഷനിബിഡതയും. കുന്നിൻ മുകളിൽ നിന്നും മരങ്ങൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന ചില ചെറിയ അരുവികൾ. വീടുകൾക്ക് മുന്നിലെ സിറ്റൗട്ടിൽ അമേരിക്കയുടെ കൊടിയും ഹാലോവിൻ ഉത്സവത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണെന്ന് തോന്നുന്നു സ്ഥാപിച്ചിരിക്കുന്ന വിചിത്ര രൂപമുള്ള ശില്പങ്ങളും. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നതിന് കുറച്ച് ദിവസം മുൻപാണ്. പലയിടത്തും ട്രംപിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യ ബോർഡുകളും കണ്ടു. യാത്രയ്ക്ക് നിയതമായ നിർവചനമൊന്നുമില്ല. വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്ന എന്തും യാത്രയാണ്. യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്നു എന്ന് കരുതാത്ത യാത്രകളുമുണ്ട്. ഉദാഹരണത്തിന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകൾ. എങ്കിൽ പോലും അവയും യാത്രാനുഭവത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത് തന്നെയാണ്. പുതിയ ഒരു ദേശത്തെത്തുന്നു, അവിടുത്തെ ആളുകളെ പരിചയപ്പെടുന്നു, അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു, അവിടുത്തെ ജീവിത രീതി മനസ്സിലാക്കുന്നു. അങ്ങനെ കച്ചവട സംബന്ധമായ ആ യാത്രയും അബോധമായി തന്നെ ഒരു അനുഭവമായി മാറുന്നു. നമ്മുടെ മനസ്സിൻ്റെ ആകാശം വിസ്തൃതമാകുന്നു.
ജിം തോർപ്പിൽ ബ്രോഡ്വേ മാത്രമല്ല ഉള്ളത്, മറ്റ് കാഴ്ചകളും മറ്റ് അനുഭവങ്ങളുമുണ്ട്. ഈ പകൽ അതിനുള്ളതാണ്. അതിനുവേണ്ടി ജിം തോർപ്പിൻ്റെ പ്രധാനപ്പെട്ട കവലയിരിക്കുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു.